എടാ നീ എന്താ ചെയ്യുന്നത്? അത് ആൻഡ്രോയിഡിന്റെ കേബിൾ അല്ലേ? അതെടുത്ത് നീ ഐഫോൺ ചാർജ് ചെയ്യാൻ പോകണം. കുത്താൻ പോവാ. ഇനിയിപ്പോ എന്താ? എടാ മണ്ട കുത്തല്ലേ. നീ പോടാ, ഞാൻ കുത്തിക്കഴിഞ്ഞാൽ ഫോൺ. നിങ്ങളുടെ ഐഫോണ് മറ്റ് പല ആൻഡ്രോയിഡ് ഫോണുകളുടെയും ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പലരും ഉണ്ടാവും. സംഭവം അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. സത്യം പറഞ്ഞാൽ ഇതിൽ വരുന്ന സി ടൈപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ചാർജിങ് പോർട്ടാണ്. അത് തന്നെയാണ് നമുക്ക് ആൻഡ്രോയിഡിലും ഐഫോണിലും കിട്ടുന്നത്. ഇതിൽ പിന്നെ ചിലർ പറയും ആൻഡ്രോയിഡിൽ 9 പിന്നേ ഉള്ളൂ, ഐഫോണിൽ 11 പിന്നുണ്ട്, തിരിച്ചു പറയുന്നവരുണ്ട്. ഇതൊക്കെ വെറും മിത്താണ്. യൂറോപ്യൻ യൂണിയൻ ഇടപെട്ടിട്ട് ഇതൊരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്ന് തന്നെ കസ്റ്റമേഴ്സിന് ഇത് പല സ്ഥലത്തും പല ചാർജേഴ്സ്, ഐഫോണിന് വേറെ ചാർജർ, ഇതിന് വേറെ ചാർജർ, മറ്റേ ചാർജർ കൊണ്ടു നടക്കാനുള്ള ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ വേണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഇതിൽ തന്നെ മിത്ത് കലത്തുന്ന നല്ല ചാട്ടവാറൻ അടിക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചാർജർ യൂസ് ചെയ്യുന്ന സമയത്ത് ആൻഡ്രോയിഡിനായാലും ഐഫോണിനായാലും നമ്മളെ ബ്രാൻഡ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള നല്ല ചാർജേഴ്സ് മാത്രം മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ പർച്ചേസ് ചെയ്ത് അത് മാത്രം യൂസ് ചെയ്യുക. അല്ലാതെ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു ചാത്തൻ ചാർജർ ഏതെങ്കിലും കടയിൽ നിന്ന് തമ്മന സാധനങ്ങൾ കൊണ്ടുപോയി കണ്ട് ചാർജിന് കുത്തിയിട്ട് അത് വാങ്ങിയിട്ട് ഈ സാധനം പൊട്ടിത്തെറിച്ച് പറഞ്ഞിട്ട് എവിടെയും പോയി പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. ബ്രാൻഡ് വാല്യൂ ഉള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള നല്ല ചാർജേഴ്സ്, കേബിളും അതേപോലെ തന്നെ അഡാപ്റ്റർ നല്ല ക്വാളിറ്റി ഉള്ളതിനെ മേടിച്ചിട്ട് യൂസ് ചെയ്യുക. കേബിൾ പിന്നെ എല്ലാ ഫോണും ഉള്ളിൽ കിട്ടും, അഡാപ്റ്ററാണല്ലോ കിട്ടാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ലൊരു സർട്ടിഫൈഡ് ചാർജർ, അതിപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ആയാലും ഐഫോണിൻ്റെ ആയാലും മിക്സ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾ ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കേബിൾ മേ ബി നിങ്ങൾ ഡാറ്റ ട്രാൻസ്ഫർ അത്ര ഉപയോഗിക്കില്ല. അപ്പോൾ അതിന് വേറെ തന്നെ കേബിൾ യൂസ് ചെയ്യുക. സോ ഇതേപോലുള്ള മിത്തിലൊന്നും ചെന്ന് വീഴാതിരിക്കുക. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്ത് വെക്കാനും മറക്കണ്ട. ഓക്കെ.